വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാചകമാണ് മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ഹെൽത്തും. സംസാരിക്കുന്നു ഡോക്ടർ S.D. സിംഗ്, സൈക്യാട്രിസ്റ്റ്, ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, കച്ചേരിപ്പടി. ആരോഗ്യം എന്നുള്ള വാക്കുകൊണ്ട് രണ്ട് ഘടകങ്ങളുള്ളത്: ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും. ശാരീരികാരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് നിങ്ങൾക്കറിയാം. പല്ല് തേക്കണം, കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, രോഗങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം. പക്ഷേ ഒരു മാനസിക ആരോഗ്യം ഉള്ള ഒരാളായിട്ട് ജീവിക്കണമെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്താണ്, മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ എന്താണ്, മോഹങ്ങൾ എന്താണ്, അത് വേണ്ടതേത് വേണ്ടാത്തതേത്, ഏത് സ്വീകരിക്കണം ഏത് തിരസ്കരിക്കണം, ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് കൗമാരപ്രായത്തിലേ ഉണ്ടാകണം. അതാണ് മാനസിക ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. എല്ലാ മനുഷ്യർക്കും സന്തോഷവും സംതൃപ്തിയും എല്ലാ സുഖസൗകര്യങ്ങളും വേണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷേ ആഗ്രഹങ്ങൾ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ, ഇത് എനിക്ക് ഗുണമുണ്ടാക്കുമോ ദോഷമുണ്ടാക്കുമോ എന്നുള്ള വിവേചന ശക്തിയുള്ളതാണ് മാനസികാരോഗ്യത്തിൻ്റെ മറ്റൊരു ഘടകം. അപ്പോൾ മാനസിക ആരോഗ്യമുള്ള കുട്ടികൾ ഒരിക്കലും ഡ്രഗിലേക്ക് തിരിയില്ല. അതല്ലെങ്കിൽ പിൽക്കാലത്ത് അവർ വളർന്നു വരുമ്പോൾ അവരുടെ മാനസിക രോഗം ഗുരുതരമാകുമ്പോൾ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള എന്തോ സംഭവങ്ങൾ മൂലമാണോ എന്നൊരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകും. ചെറുപ്പത്തിലെ മാനസികാരോഗ്യം കുറവായിട്ടുള്ള ഒരാളിന് പ്രായമായി വരുമ്പോൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും പല പ്രശ്നങ്ങളെയും നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് പല പെരുമാറ്റ വൈകൃതങ്ങളായിട്ട് കാണുകയും അതിനെ ആളുകൾ മനോരോഗം എന്നപ്പോൾ വിളിക്കുകയും ചെയ്യും. അപ്പോൾ ആ മനോരോഗത്തിൻ്റെ ആരംഭം പലപ്പോഴും കൗമാരത്തിലോ ബാല്യത്തിലോ തന്നെ ആയിരിക്കാം. ഇതെല്ലാം ഒരു സൈക്യാട്രിസ്റ്റിനെ സമയത്ത് പോയി കാണുകയാണെങ്കിൽ നല്ലതാണ്. ഈ സൈക്യാട്രിസ്റ്റിനെ പോയി കാണുക എന്നുള്ളത് സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ്. ഈ ഭ്രാന്തുള്ളവർ മാത്രമല്ല സൈക്യാട്രിസ്റ്റിനെ വന്ന് കാണുന്നത്. സൈക്യാട്രി അഥവാ മനോരോഗ വിദഗ്ധൻ എന്ന് പറയുന്നയാൾ തലച്ചോറിലുള്ള രാസവസ്തുക്കൾ, ഹോർമോൺസ്, ഇതിനെയെല്ലാം ആശ്രയിച്ചിട്ടുള്ള പെരുമാറ്റ വൈകല്യങ്ങളെ കണ്ടെത്താനും ചിന്താ വൈകല്യങ്ങളെ കണ്ടെത്താനും അതിനുള്ള ചികിത്സകൾ ചെയ്യുന്നയാളാണ് മനോരോഗ വിദഗ്ധൻ. അല്ലാതെ ഭ്രാന്തിനുള്ള ചികിത്സ ചെയ്യുന്ന ഡോക്ടറല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു മാനസിക ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ, മാനസിക ആരോഗ്യമുള്ളവരായി വളർച്ച ആരംഭിക്കണമെങ്കിൽ നിങ്ങളുടെ കൗമാരത്തിലും യൗവനാരംഭത്തിലുമൊക്കെ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണുന്നത് എപ്പോഴും നല്ലതായിരിക്കും.